മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മുടെ പുതുമക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണം എന്ന് ആശംസിച്ച് അവരെ പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ ആൽക്കഹോളിസത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ആൽക്കഹോളിനേക്കാൾ കൂടുതൽ മറ്റ് ലഹരി വസ്തുക്കൾ നമ്മുടെ ഈ മേഖല കീഴടക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെ തുടക്കക്കാരൻ ആൽക്കഹോളായിരുന്നു വാസ്തവത്തിൽ. അതിന്നും പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരാൾ ലഹരി വസ്തു ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ തുടക്കം. ഒന്ന് മദ്യം ഉപയോഗിക്കുക, രണ്ട് പുകയില, സിഗരറ്റ്, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. പക്ഷെ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും മറ്റ് ലഹരി വസ്തുക്കളെ ഉപയോഗിക്കാനുള്ള ഏണിപ്പടികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ്, ഒത്തിരി ലഹരി വസ്തുക്കൾ ഒരുമിച്ച് ഉപയോഗിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഒരാൾക്കൊരു തലച്ചോറുള്ളു, അതിനെങ്ങനെ പല സ്ഥലത്തുനിന്ന് ആക്രമിക്കുക എന്നുള്ള അവസ്ഥയിൽ. ഇപ്പം ഞാനൊരു റീഹാബ് സെൻ്ററിൽ ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട്. ആ സെൻ്ററിൽ ചുരുങ്ങിയത് 4 മുതൽ 7 ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരാരാണ്, അവരെന്താണെന്ന് തന്നെ പല ആളുകൾക്കും വലിയ വിവരമില്ല. അങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അത് മരുന്ന് കൊണ്ടുള്ള ചികിത്സയ്ക്കും അപ്പുറം ഉള്ള ചില പ്രശ്നങ്ങൾ, ഇത് വളരെ ഭീകരാവസ്ഥയാണ്. അപ്പോൾ എൻ്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, മദ്യം, പുകവലി അത് തുടക്കമാണെങ്കിൽ ആ തുടക്കത്തിൽ തുടങ്ങാതിരിക്കുന്നതാണ് വാസ്തവത്തിൽ ഒരാൾക്കൊരു ജീവിതം തിരിച്ചു കിട്ടാൻ ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. അവിടുത്തെ ജനസംഖ്യയിൽ 90% ആൾക്കാരും മദ്യം ഉപയോഗിക്കാൻ ഉള്ള അവസ്ഥയിലുള്ളവർ, ഈ പ്രസവിച്ച കുട്ടികൾ, അതുപോലെ പടുവൃദ്ധന്മാരും കിടപ്പ് രോഗികളൊന്നും അതിൽ പെടില്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90% ആൾക്കാരും അവരുടെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ അവർ മദ്യം കഴിച്ചിട്ടുണ്ട്, മിക്കപ്പോഴും കഴിച്ചിട്ടുണ്ട്. ആ 90% ആൾക്കാർ ഒരു ആയുഷ്കാല രോഗത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറയണത്. അവരാരോ എടുത്തെറിയുന്ന പോലെ അവർ ആയുഷ്കാല രോഗത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതിൽ 20% പുരുഷന്മാരും 10% സ്ത്രീകളും ഉണ്ട്. ഓർക്കുക, ഇതൊരു ആയുഷ്കാല രോഗത്തിലേക്കാണ് അവർ കയറി പോകുന്നത്. അപ്പോൾ അതാണ് ആൽക്കഹോളിസം. അതുപോലെ ഇന്ത്യയിലെ കാര്യം എടുക്കുക. ഇന്ത്യയിൽ 21% പുരുഷന്മാരും 5% സ്ത്രീകളും ഇപ്പോഴത്തെ അവസ്ഥയിൽ മദ്യത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. അവരെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് വിദേശത്ത്, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, മറ്റു പല രാജ്യങ്ങളിലും അവിടുത്തെ കണക്ക് പ്രകാരം 40% 40% ആളുകൾ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം ആൾക്ക് മാനസിക രോഗം കൂടിയുണ്ട്. അപ്പോൾ മാനസിക രോഗം, മദ്യം, മറ്റ് ലഹരികൾ, ഇങ്ങനെ ഒരു ട്രിപ്പിൾ കോമ്പിനേഷനാണ്. ഒരു ഭീകരാവസ്ഥയാണത് കേട്ടോ. വാസ്തവത്തിലൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ,
ആൾക്കാർ പറയും അവരൊക്കെ ജീവിക്കുന്നില്ലേ, അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ, അവർ ചിരിച്ച് കളിച്ച് ഏഹ് അവരുടെ ജീവിതം കണ്ടിട്ടില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് അവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അവരെ പറ്റിയുള്ള ചിന്തകൾ, അവരുടെ ബുദ്ധിശക്തി, അവരുടെ സത്യസന്ധത, അത് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ലതൊന്നുമല്ല. ആ ജീവിതത്തിൽ അനേകം ദുരന്തങ്ങൾ, അനേകം കഷ്ടപ്പാടുകൾ, വളരെയധികം കഷ്ടപ്പാടുകൾ അവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് സ്വയം അവരവരോട് ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. മിക്കപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഇത് അനുസരിച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നമ്മൾ പുറത്ത് കിടക്കുക. എന്താണ്? നമ്മുടെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് നമ്മുടെ ഒരു ഏകാന്ത തടവുകാരനാക്കിയ പോലത്തെ ഒരു അവസ്ഥയിലാണ്. നമ്മൾ തടവിൻ്റെ ഉള്ളിലാണ്, ഒരു തടവറയ്ക്കുള്ളിലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലൊക്കെ നായകൻ ചില്ലൊക്കെ തകർത്ത് പുറത്തേക്ക് വരുന്നില്ലേ, രക്ഷപ്പെടുന്നില്ലേ, അതുപോലെ നമ്മൾ ബ്രേക്ക് ത്രൂ, നമ്മൾ പുറത്ത് കിടക്കുക. ഈ തടവറയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് ശരിയായ ഈ ജീവിതം എന്താണെന്നും ആ ജീവിതത്തിലെ മനോഹാരിത എന്താണെന്നും നമുക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നു, മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നു, ഇന്നത്തെ ഈ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നു, മനോഹരമായിട്ടുള്ള ജീവിതം, അതിനുള്ളൊരു സാധ്യത നമുക്കുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു തടവിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല, നമ്മൾ സ്വയം അറിയുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്ന് തരിപ്പണായി പോവുക, സ്വയം തകർന്ന് തരിപ്പണായി പോവുക. അതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ തകർന്നു പോകേണ്ട ആൾക്കാരല്ല നമ്മൾ. നമ്മൾ ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള മനുഷ്യജീവികളാണ്. അപ്പോൾ നമ്മൾ ഈ തടവിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വിക്റ്റിം, ഒരു ഇരയായി പോയി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ തടവിലാക്കി എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ തടവിലാക്കി. അതിൽ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമ്മുടെ കുറേയധികം ചുറ്റുപാടുകൾ, അവിടെയുള്ള ആളുകൾ, ആ ആളുകളെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഈവൻ വസ്തുക്കൾ വരും നമ്മളെ ആ തടവറയ്ക്കുള്ളിലേക്ക് പോകാൻ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഒരു മിമിക്രി എന്ന പോലെ അനുകരിച്ച് നമ്മൾ ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില മാനസിക കുഴപ്പങ്ങൾ, ചില തെറ്റായ അറിവുകൾ, ചില തെറ്റായ സുഹൃത്തുക്കൾ, അവർ പകർന്നു തന്ന തെറ്റായ വിവരങ്ങൾ, അങ്ങനെ എത്രയോ എത്രയോ കഥകൾ, എത്രയോ എത്രയോ യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് നമുക്ക്. നമ്മൾ ഈ തടവറയ്ക്ക് ഉള്ളിൽ നമ്മൾ പെട്ടുപോകാൻ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പുറത്തുള്ളവരെഴുതുന്ന കഥ അല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഒരുത്തനെ നമ്മളതിലേക്ക് നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ സ്വാതന്ത്ര്യം, നമ്മുടെ ബുദ്ധിശക്തി, അതിനെയൊക്കെ വികലമാക്കാൻ ഒരുത്തനെയും നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഈ ഡ്രിങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ടെന്നാണ് പറയണത്. അതായത് മദ്യം ഉപയോഗിക്കാനായിട്ട്, അത് ചിലവാകാൻ വേണ്ടി, ആ ബിസിനസ് ഏറ്റവും ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മളറിയാതെ പുറത്ത് ഒരു ഒരു വ്യാപാരം, ഒരു വ്യവസായം നടക്കുന്നുണ്ട്. അതാണ് ഡ്രിങ്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഡ്രിങ്ക് ഇൻഡസ്ട്രി
അവര് എത്രയും ആകർഷകമായിട്ടുള്ള കുപ്പികൾ, ആകർഷകമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ പണ്ടുണ്ടായി. ഇപ്പൊ പല ഗവൺമെന്റുകളും പരസ്യമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ പ്രോത്സാഹനമുണ്ട്. കാരണം അവർക്ക് ലൈസൻസ് ഉണ്ട്. വേൾഡിൽ ലൈസൻസ് ഇല്ലാത്ത ആകപ്പാടെ കുറച്ച് മുസ്ലിം രാജ്യങ്ങൾ മാത്രമാണ്. ബാക്കിയൊക്കെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും അരിസ്റ്റോക്രാറ്റിക് അല്ലെ, മിക്കവാറും പല മുസ്ലിം രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ വരുമാനവും ഏറ്റവും വലിയ അഴിമതിയും അവരുടെ ആർത്തി വേറെ തരത്തിലാണ്. പണം, അധികാരം, ആ ആർത്തി ഒക്കെ നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ തലവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങനെ തലവെച്ച് കൊടുത്തൊരു അടിമയാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് രാജ്യം എടുത്തോ അവിടെ എല്ലാം അത് എപ്പോൾ വേണമെങ്കിലും 24 മണിക്കൂറും ലഭ്യമാക്കുന്ന രീതിയിൽ അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഭ്യത, അവൈലബിലിറ്റി. പിന്നെ അത് ഏത് രീതിയിലും നമ്മളിത് വാങ്ങിക്കാനുള്ള പണം ഉണ്ടാക്കും. ആ പണത്തിൻ്റെ വേണ്ടി നമ്മൾ എന്തെല്ലാം മോഷണങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഇത് അവൈലബിൾ ആക്കാൻ വേണ്ടി അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ആ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, പ്രശ്നങ്ങൾ, ക്രിമിനൽ പരിപാടികൾ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മളത് അറിയുന്നില്ലെങ്കിലും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ ബ്രിട്ടനിൽ തന്നെ ഓരോ ആഴ്ചയിലും അതിൻ്റെ അവസാന ദിവസങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് അനേക ആളുകൾ മദ്യപിച്ച് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സ്വയം മറന്ന് കിടക്കുന്ന ഒരു ചിത്രം ഞാനിതാ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണത്? നിങ്ങളെപ്പറ്റി കെയർ ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല. നിങ്ങളുടെ രാജ്യമില്ല, നിങ്ങളുടെ സ്വന്തക്കാരില്ല, നിങ്ങളുടെ കൂട്ടുകാരില്ല. നിങ്ങളാകുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ അറിവ്, അത് കളഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്ത് നേടുന്നു, നമ്മൾ എന്താകുന്നു, വാസ്തവത്തിൽ ഇത് വെറുതെ ഒരു എന്താ പറയുക, ഒരു പുണ്യവാള പ്രസംഗമൊന്നുമല്ല. ഇത് യാഥാർത്ഥ്യം പറയുന്നത് മാത്രം. യാഥാർത്ഥ്യത്തിൽ അപ്പൊ നമ്മൾ വേണ്ടത് എന്താണ്? ആ പഴയ ലോകമല്ല നമുക്കിനി വേണ്ടത്, പുതിയൊരു ലോകം. നമുക്ക് പ്രതീക്ഷ വേണം. നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ നിറയണം. ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാറ്റത്തെക്കുറിച്ചും എന്തെങ്കിലും ആകുന്നതിനെക്കുറിച്ചും നമുക്ക് ആ പ്രതീക്ഷ നിറയ്ക്കണം. നിങ്ങൾ വേണ്ടപ്പെട്ടവർ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകണം. അപ്പോൾ അന്നേരം മാത്രമാണ് നമുക്ക് ഈ പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിന് പ്രേരകമാകണം. നമ്മൾ സ്വയം നമ്മളെ തന്നെ സഹായിക്കണം. നമ്മളെ തന്നെ സ്വയം സഹായിക്കാതെ ഒരിക്കലും നടപ്പിലാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ പറയുന്ന ഈ പ്രോഗ്രാം, അതിൻ്റെ വേറൊരു പേരാണ് സെൽഫ് ഹെൽപ്പ് പ്രോഗ്രാം. നമ്മൾ സ്വയം നമ്മളെ സഹായിക്കുന്ന ഒരു മനോഹരമായൊരു പ്രോഗ്രാം, ഒരു കാര്യപരിപാടിയാണത്. അപ്പോൾ ഈ കാര്യപരിപാടിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ആമുഖം നിങ്ങൾ വായിച്ചു. പ്രാർത്ഥന, അതിൻ്റെ ആമുഖം 12 പടികളും 12 പാരമ്പര്യങ്ങളും ഇന്നത്തെ പ്രതിദിന മനനങ്ങൾ ഒക്കെ നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ ഒരു പ്രോഗ്രാമായി മാറിയത്? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം വായിച്ച് എല്ലാവരും പരസ്പരം അത് അറിയുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഈ രോഗം അത്രമാത്രം സീരിയസ് ആണ്. അത്രമാത്രം നമ്മളെ മറക്കുന്ന, നമ്മളെ മറന്നു പോകുന്ന, നമ്മൾ ആരാണെന്ന്
നമ്മൾ എന്തിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ജീവിക്കുന്നത് മറന്നു പോകുന്ന മറവിയുടെ രോഗമാണിത്. മറവിയുടെ രോഗമാണ്. അതിന് ഓരോ ദിവസമുള്ള മരുന്നാണ് ഈ പ്രോഗ്രാം, ഓർമ്മപ്പെടുത്തുന്ന മരുന്ന്. കാരണം അത്രമാത്രം തലച്ചോറിന് ഇത് മറക്കാൻ പ്രേരിപ്പിച്ച ഒരു രോഗാവസ്ഥയാണ്. ഒരു ജീവിതകാലം മുഴുവൻ മറന്നു പോകാൻ വേണ്ടിയുള്ള. നേരെ മറിച്ച് ഒരു മദ്യാസക്തൻ ഏറ്റവും കൂടുതൽ ഒരിക്കലും മരിക്കുന്നവരെ മറക്കാത്ത കാര്യം അവൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിനാണ്. അവൻ്റെ ഉറക്കത്തിൽ പോലും അവനത് മറക്കുന്നില്ല. അപ്പോൾ അത്രമാത്രം തലച്ചോറുമായിട്ട് ഇത് ബന്ധപ്പെട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രോഗം. അഡിക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഒട്ടിപ്പിടിക്കലാണ്. അപ്പോൾ നമ്മൾ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. ഈ പ്രവൃത്തിയാണ്. എന്താണ്? വിട്ടു നിൽക്കുന്ന പ്രവൃത്തി. മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് പുതുമക്കാർക്കും പുനർപതനം സംഭവിച്ച പഴമക്കാർക്കും അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ കാതലായ ശാസ്ത്രവും പ്രവൃത്തിയും. പ്രവൃത്തിയില്ലാതെ വാക്കുകൊണ്ട് മാത്രം ഒരു കാര്യം സാധിക്കില്ല, അത് ഉറപ്പാണ്. അത് ഈ പ്രോഗ്രാമിൻ്റെ 6ാമത്തെ പടി വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആരും ആ 6ാമത്തെ പടിയെ പറ്റി ഓർക്കാറ് പോലുമില്ല. എന്താണ് 6ാമത്തെ പടി? തയ്യാറാകുക എന്നാണ്. എപ്പോഴും തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അതുവരെ എഴുതി ചേർത്തിട്ടുണ്ട് ഇതിൽ. എപ്പോഴും തയ്യാറായിട്ടിരിക്കുക. അതിൻ്റെ അർത്ഥം പോലും പല ആൾക്കും പിടികിട്ടില്ല. അത്രമാത്രം ആൽക്കഹോളിക്സ് അനോണിമസ് വളരെ സൂക്ഷ്മതയുള്ളൊരു സംഗതിയാണ്. ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വേഴ്സ്. പലപ്പോഴും വാക്കുകൾ കൊണ്ട് എന്തൊക്കെ കളിക്കാൻ പറ്റും, വാക്കുകൾ കൊണ്ട് അഭിനയിക്കാൻ പറ്റും. മദ്യാസക്തൻ ഭയങ്കര ഒരു അഭിനേതാവാണ്, മാനിപ്പുലേഷൻ നടത്തും. പക്ഷെ പ്രവൃത്തി ഭയങ്കര കഠിനമാണ്, അതികഠിനമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മദ്യാസക്ത രോഗത്തിൽ 1 വർഷം പൂർത്തിയായ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരൊക്കെ ഭയങ്കര ബഹുമാനമാണ്. കാരണം ഞാൻ അവരെയൊക്കെ അതിശയത്തോടെ, അത്ഭുതത്തോടെയും ആദരവോടെയും ഞാൻ അവരെ നോക്കിക്കാണുന്നത്, അവരെ എതിരേൽക്കുന്നത് അങ്ങനെയാണ്. കാരണം അത്രമാത്രം ഭയങ്കര 1 മണിക്കൂർ, ഒരു 10 മിനിറ്റ് പോലും ലഹരിയെ മറന്ന് ജീവിക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നു. അവർ നേരം വെളുത്ത് രാത്രി വീട്ടിലെത്തുന്നവർ ഇങ്ങനെ കുട്ടി പാല് കുടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ശരീരം, അവരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിനെ അടിമപ്പെട്ട് അവരങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ അത് വളരെ 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 ഒരു വലിയ കാര്യമാണ്. ഈ 1 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസിൽ 1 വർഷം എന്ന് പറഞ്ഞാൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, അത് നിർത്താൻ വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ, അതെന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ അത് തീരില്ല. അപ്പോൾ ചില ആൾക്കാർ അതിനു വേണ്ടി 1 മണിക്കൂർ നിർത്തി നോക്കി പരാജയപ്പെട്ടിട്ടുണ്ട്. 4 മണിക്കൂർ, അങ്ങനെ 15 മിനിറ്റ് വിട്ടു നിൽക്കാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാർ. അവരൊക്കെ എന്താ ചെയ്തത്? അവർ ഇതിനെപ്പറ്റി, ഇതിൻ്റെ വിഷമങ്ങളുമായിട്ട് എത്രയോ വർഷങ്ങൾ നടന്നിട്ടുണ്ട്. ആലോചിക്കാതെ നടന്നിട്ടുണ്ട്, പിന്നെ ആലോചിച്ച് നടന്നിട്ടുണ്ട്. ഈ വിഷമങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഏതോ ഒരു ലോകത്ത് അവരങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അവര് മരിക്കാതിരുന്നത് എന്തൊക്കെയോ, പല പഴമക്കാരും എന്തോ മുജ്ജന്മം അങ്ങനെ അവരെ എന്തോ അങ്ങനെ ഒക്കെ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോയേനെന്നൊക്കെ പറയണം. പക്ഷെ അത് കറക്റ്റാണ് കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു സംഭവമാണ് അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. മറ്റൊന്ന്, ആ ആലോചന ഇല്ലാത്ത സമയത്തിന് ശേഷം പിന്നെ കുറച്ചൊക്കെ നഷ്ടങ്ങൾ വന്നപ്പോൾ, ആശുപത്രിയിലൊക്കെ കിടന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അപമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ വളരെ സീരിയസ് ഇതായ മരിക്കും എന്ന് വിചാരിച്ച് ഒരു ചികിത്സ എടുത്തപ്പോഴൊക്കെ
അവരൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് ആലോചന ഉണ്ട്, പക്ഷെ ആലോചന നിലനിർത്താൻ പറ്റിയിട്ടില്ല. ചില ആൾക്ക് ഒന്നിലെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റിലാപ്സ് ആയിക്കൊണ്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. കാര്യമില്ലാതൊന്നും. അപ്പോൾ അങ്ങനെ ആലോചനയ്ക്ക് മുമ്പും ആലോചനയ്ക്ക് ശേഷവും ഒരു ചികിത്സയിൽ കൂടി, അവരുടെ സ്വന്തം ചികിത്സയിൽ കൂടി പോയിട്ടുണ്ട്. പക്ഷെ ശരിയായ ആക്ഷൻ, ശരിയായ പ്രവൃത്തി എന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് ആ മദ്യം ഇല്ലാത്ത ആ ജീവിതത്തിൻ്റെ സുഖം, ആ തിരിച്ചറിവ്, എന്താ പറയുക, എനിക്ക് എന്നെ തിരിച്ചു കിട്ടി എന്നുള്ള ആ സ്വാതന്ത്ര്യം, ആ മാറ്റത്തിലുള്ള അഭിമാനം, എനിക്ക് അവസാനം അത് സാധിച്ചു എന്നുള്ള അഭിമാനബോധം. അതുപോലെ ആരെങ്കിലും ഒന്ന് വിളിക്കുമ്പോഴത്തേക്കും അതിനെ മറികടക്കാൻ വേണ്ടി നടത്തിയ കഷ്ടപ്പാടുകൾ. ഒരുത്തൻ്റെ ഒരു ഫോൺ കോൾ മതി ഒരാളെ വീഴ്ത്താനായിട്ട്. പക്ഷേ ആ വീണു പോകുന്നവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വിളിക്കുന്നവൻ അറിയുന്നില്ല. അവന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. അപ്പോൾ മദ്യാസക്തരെ ഉണ്ടാക്കുന്നത് മദ്യാസക്തര് തന്നെയാണ്. കാരണം ഇതെന്താണെന്നോ എന്ത് പ്രശ്നമാണെന്നോ അറിയാൻ പാടില്ലാത്ത, ജീവിതം വെറും ആനന്ദമാണെന്നും അത് അങ്ങനെ ആനന്ദിക്കാനുള്ളതാണെന്നും എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. കാരണം അവർക്ക് ഇതൊരു നിഷേധമാണ്. അവരെ തന്നെ നിഷേധിക്കുന്നു, ജീവിതത്തെ നിഷേധിക്കുന്നു. ആര് പറഞ്ഞാലും അവർ നിഷേധിക്കുന്നു. അവർക്ക് ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനേകം മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവർ നിസ്സാരമാക്കും. എപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് കുടിക്കാനുള്ള നിർബന്ധം വന്നുകൊണ്ടിരിക്കും. അവരാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരുംവരായികൾ അതൊക്കെ അറിയാം. അറിഞ്ഞിട്ടും അവരെതിരായി പ്രവർത്തിക്കും. അവർക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം നടത്താൻ അവർക്ക് സാധിക്കില്ല. അവർക്ക് പുച്ഛമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് അവർക്ക് പുച്ഛവും ദേഷ്യവും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എതിരഭിപ്രായമുള്ള ഒരാളുണ്ട്. കാരണം അയാൾ ലജ്ജിക്കുന്നുണ്ട്. മദ്യപാനിയാണെന്ന് പുറത്തറിയുന്നതിനെ കുറിച്ച് അയാൾ ലജ്ജിക്കുന്നുണ്ട്. അതൊരു വിരോധാഭാസമാണ്. ഇഷ്ടം പോലെ മദ്യം കഴിക്കുന്നവന് മദ്യപാനിയാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയൊരു വിരോധാഭാസമാണ്. അവൻ്റെ ഉള്ളിൽ അവനറിയാം ഇത് അവനെ കൊല്ലാൻ പോകുന്നൊരു സൂക്കേടാന്ന്. അപ്പോൾ അവനതൊന്നും പറയൂല. അവനോട് മദ്യപാനി എന്ന് വിളിച്ചാൽ അവൻ ദേഷ്യപ്പെടും. പക്ഷെ അവൻ്റെ രഹസ്യ നിമിഷങ്ങളിലൊക്കെ അവന് കുറ്റബോധമുണ്ട്. അവനിതിനെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഏറ്റവും വലിയ തെളിവ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരും. അതെന്താണ്? മദ്യം പൂർണ്ണമായിട്ടും അവനെ കീഴടക്കി അടിമയാക്കി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മദ്യത്തിൻ്റെ സഹായം ഇല്ലാതെ അവന് കണ്ണു തുറക്കാൻ പറ്റില്ല. ആ പരുവത്തിലേക്ക് അവൻ ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ പൂർണ്ണമായിട്ടും തടവറയുടെ ഉള്ളിലായി. ആ തടവറയുടെ ഉള്ളിൽ നിന്ന് വാതിൽ തുറന്നു കൊടുന്ന പോലും അവൻ രക്ഷപ്പെടില്ല. അത് അടച്ചിട്ടില്ല. വാതില് ഗോവിന്ദച്ചാമി കിടക്കുന്നില്ലേ? ഗോവിന്ദച്ചാമിക്ക് സഹായം ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് അവസാനം ചെല്ലുന്ന സ്ഥലമാണല്ലോ. അവിടെ ചെല്ലുന്നു, ഒരു ക്രിമിനലാകുന്നു, അവിടെ ചെല്ലുന്നു. ഏറ്റവും വലിയ ക്രിമിനൽ കാര്യങ്ങൾ നടത്തുന്നതിനെ പറ്റി ആവേശം കൊള്ളുന്നു, അഭിരമിക്കുന്നു. അത് അങ്ങേയറ്റത്തെ പരിപാടിയാണത്. അമേരിക്കയിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരാഴ്ചക്കാലം മുഴുവൻ ജയിലിടുക ചെയ്യുന്നത്. അവർ പുറത്ത് വെളിച്ചം പോലും കാണിക്കില്ല. അങ്ങനത്തെ സെല്ലുകൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ കിടക്കുന്ന സെല്ലുകൾ അമേരിക്കയിലുണ്ട്. ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റുള്ളവരുടെ മുകളിൽ കുതിര കയറാനും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവനും അതിൻ്റെ മുകളിൽ കളിക്കാൻ അവർ ഒരുത്തനും സമ്മതിക്കില്ല.
അപ്പൊ എവിടെയെങ്കിലും ഒരു കടുത്ത ക്രിമിനൽ കുറ്റം ഉള്ള ഒരു സൈക്കോപ്പത്ത് എന്ന് പറയും. സൈക്കോപ്പത്ത് എന്ന് പറഞ്ഞാൽ ആരെയും എപ്പോഴും കൊല്ലാൻ ഉള്ള ഭീകരമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരുത്തൻ ആണ് സൈക്കോപ്പത്ത്. ആ അവസ്ഥയിലെത്തിയ ഒരു മദ്യപാനിയൊന്നും അമേരിക്കയിൽ ഇവിടെയുള്ള പോലെ അഴിഞ്ഞുവിടാനൊന്നും സമ്മതിക്കില്ല. അവരവന് ജയിലിൽ തന്നെ ഇടും. മരിക്കുന്നവരും ജയിലിൽ കിടക്കും. അത് വാസ്തവത്തിൽ അത് നിയമപരമായിട്ടും ശാസ്ത്രീയമായിട്ടും തലച്ചോറിൻ്റെ കാര്യത്തിലും ഒക്കെ അവസാനത്തെ ഒരു സ്റ്റേജാണത്. അവസാനത്തെ സ്റ്റേജാണ്. നമ്മുടെ ഗോവിന്ദച്ചാമി അങ്ങനത്തെ സ്റ്റേജിലാണ് കിടക്കുന്നത് അവിടെ. ഈവൺ അവൻ്റെ വർത്താനം പോലും കേൾക്കുക. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ? അവൻ പറയുന്നു, എന്നെ പിടിച്ചു കൊടുത്ത പോലീസുകാരൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ മകളെ എനിക്ക് റേപ്പ് ചെയ്യണം. അവൻ്റെ സൈക്കോപ്പത്തായിട്ടുള്ള മനസ്സ്, അവൻ്റെ തലച്ചോറ് എങ്ങനെയായെന്ന് നോക്കുക. സൈക്കോപ്പത്തായിട്ടുള്ള അവൻ്റെ തലച്ചോറ് ആ രീതിയിലേക്കായിട്ടുണ്ട്. എവിടെയാണ് ആ മനുഷ്യത്വം, എങ്ങോട്ട് പോയത്? അപ്പോൾ ആൾക്കാർ വിചാരിക്കും അതൊക്കെ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ മദ്യവും മറ്റു ലഹരികളും ഉണ്ടാക്കുന്ന മാനസിക രോഗാവസ്ഥകളും എല്ലാം കൂടി കെട്ടുപിണഞ്ഞിട്ട് അവസാനം എത്തിക്കുന്ന സ്ഥലം, ഇപ്പോൾ അമേരിക്കയിൽ നടന്ന പഠനത്തിൽ ഉള്ള കാര്യം ഞാൻ പറയാം. അവിടെ എത്തിയിരിക്കുന്ന 80% ഈ ക്രിമിനൽസും മദ്യം, നാർക്കോട്ടിക്സ്, മറ്റ് അതികഠിനമായിട്ടുള്ള ലഹരി വസ്തുക്കളും അതുണ്ടാക്കിയ മാനസിക രോഗങ്ങളുമായിട്ട് കിടക്കുന്ന ആൾക്കാരാണ് 80%. അമേരിക്കൻ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന സംഗതിയായി ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ആണെന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വിഡ്ഢിത്തരാണ്. മദ്യം തലച്ചോറിൻ്റെ സൂക്കേടാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു പ്രാഥമിക കർമ്മം, പ്രാഥമികമായിട്ടുള്ള ആ ഒരു മനസ്സിലാക്കൽ ഞാൻ എപ്പോഴും എൻ്റെ ടോക്കിൽ, എൻ്റെ സംസാരത്തിൽ ഞാൻ അത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ ഈ 40% ആൾക്കാർ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ അവരൊരു മദ്യാസക്ത രോഗത്തിലും മാനസിക രോഗത്തിലേക്കും വലിച്ചെറിയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? അവർ സാധാരണ മനുഷ്യരാണ്. അവരുടെ തലച്ചോറിൽ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും പ്രവർത്തിച്ചിട്ടാണ്. അത് ഇറ്റ് ഇസ് എ കെമിക്കൽ ആക്ഷൻ, ഇറ്റ്സ് എ ബയോളജിക്കൽ ആക്ഷൻ. അതിന് ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഇഫക്റ്റിൽ കൂടിയാണ് അവരങ്ങനെ. അതിൻ്റെ അമേരിക്കയിൽ തന്നെ കണ്ടുപിടിച്ച മദ്യാസക്ത രോഗികളുടെ ആ രോഗത്തെക്കുറിച്ചുള്ള ടെക്സ്റ്റ് ബുക്കാണ്, അടിസ്ഥാന ഗ്രന്ഥമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്ക്. ആ ബുക്കിൽ വരെ ഞാനീ പറഞ്ഞ കാര്യം എന്താണ് അതിൻ്റെ ഇഫക്റ്റ് എന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട്. അവർ പ്രവചനം നടത്തിയിട്ടുണ്ട്. ആ പ്രവചനം ഞാൻ പറഞ്ഞുതരാം. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞങ്ങളിൽ ചിലർ പെട്ടെന്നും, ചിലർ സാവകാശവും, ചിലർ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. ഈ പ്രോഗ്രാമിൽ കൂടി, ഈ പ്രോഗ്രാം പരീക്ഷിച്ച ആൾക്കാരിൽ ഞങ്ങളിൽ ചിലർ പെട്ടെന്നും, ചിലർ സാവകാശവും, ചിലർ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല. അവരോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ എന്ന് പറയുന്നു. അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അതിൻ്റെ മറ്റു വിശദീകരണം, അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്തൊരു മനോഹരമായിട്ടുള്ള വിശദീകരണമാണത്. അതാണ് നമ്മുടെ തലച്ചോറ്. നമ്മുടെ തലച്ചോറ് അങ്ങനെയായി മാറിപ്പോയിരിക്കുന്നു. അത് ഇനി തിരിച്ചു വരില്ല അതുപോലെ. അപ്പോൾ ഈ ഒരു അടിസ്ഥാനമായിട്ടുള്ള ബുദ്ധി, ചിന്ത, വിവേകം, അത് നമ്മുടെ തലച്ചോറിനെ രക്ഷപ്പെടുത്താനുള്ള ധൈര്യം നമുക്ക് തരും. ബുദ്ധിശക്തി തിരിച്ചു തരും. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്ന പ്രോഗ്രാം ശരിക്കും മുറുകെ പിടിക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയാണ്. ആ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ തിരിച്ചു കിട്ടുന്നു ചോദിച്ചാൽ, നമുക്ക് നമ്മളെ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയും. സെൽഫ് സഫിഷ്യൻസി എന്ന് വെച്ചാൽ എനിക്കെല്ലാം തൃപ്തിയാകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. എല്ലാത്തിലും ഞാൻ തൃപ്തനാണ്.
ആ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. ഞാൻ എല്ലാ തരത്തിലും തൃപ്തനാണ്. എനിക്കിപ്പോൾ തൃപ്തി എന്താണെന്നറിയാം. എനിക്ക് അത്യാർത്തിയില്ല, ഞാൻ തൃപ്തനാണ്. അതുപോലെ എനിക്ക് എന്നെപ്പറ്റി ഇപ്പോൾ സ്വയം മതിപ്പുണ്ട്. എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ മനസ്സിലാക്കലിലും എൻ്റെ തിരിച്ചറിവിലും എനിക്കിപ്പോൾ സ്വയം മതിപ്പുണ്ട്. അതുപോലെ എൻ്റെ വർത്ത്, എൻ്റെ ജീവിക്കാനുള്ള യോഗ്യത എന്താണെന്ന് ഇപ്പോൾ എനിക്കറിയാം. എൻ്റെ ജീവിക്കാനുള്ള യോഗ്യതയുടെ ഗുണം എന്താണെന്ന് എനിക്കറിയാം. അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനല്ല, ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്നേഹം എന്താണെന്നും സൗഹൃദം എന്താണെന്നും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവരിതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അവരെ എനിക്കറിയാം. സ്നേഹം എന്താണെന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. വാത്സല്യം എന്താണെന്ന് എനിക്കറിയാം. വ്യവസ്ഥകൾക്ക് അതീതമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് അവർ പറയുന്നത്. അതുപോലെ എനിക്ക് വൈകാരികമായിട്ട് പല നല്ല ബന്ധങ്ങൾ, നല്ല രീതിയിൽ ബന്ധപ്പെടാൻ എനിക്ക് കഴിയുന്നു. ഉപദ്രവിക്കാത്ത രീതിയിലുള്ള വൈകാരിക ബന്ധം, അത് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളതാണ്. പക്ഷേ സ്വഭാവ മാറ്റം, പല ആളുകളിലും സ്വഭാവ മാറ്റം വരാത്തതുകൊണ്ട് ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയും. ആൽക്കഹോളിക്സ് അനോണിമസ് 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 24 മണിക്കൂർ വിട്ടു നിന്ന് മാനസിക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക, ശാരീരിക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക, ആരോഗ്യമുള്ള ശരീരം തിരിച്ചു പിടിക്കുക, മാറ്റത്തെ ഉൾക്കൊള്ളുക, ഇതൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ ഉള്ളിൽ തന്നെ ഈ വൈകാരികമായിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ് ഒരു സാധാരണ മനുഷ്യനെ പോലെ കഴിയുന്നു. അതുപോലെ ഏറ്റവും വലിയ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഉദാഹരണം പറയാം, ഒരു മദ്യാസക്തന് അവൻ്റെ രക്തബന്ധത്തിലുള്ള ഒരു ആള് മരിച്ചു കിടന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു പൊള്ളയായ സംഗതി ആയിരിക്കും പ്രവർത്തിക്കുന്ന, ഒരു പൊള്ളത്തരം. നേരെ മറിച്ച് ഒരു ഡീപ്പ് ഇമോഷൻ, എൻ്റെ ആരാണ് മരിച്ചിരിക്കുന്നത്, എൻ്റെ എന്നുള്ള ആ വാക്ക് തന്നെ അഗാധമായി സ്പർശിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് നാർക്കോട്ടിക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തീരെ പറ്റില്ല. ഒരു മദ്യാസക്തനും മറ്റു ലഹരി ഉപയോഗിക്കുന്ന ആൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. വെറുതെ ഒരു പൊള്ളയായിട്ടുള്ള സംഗതി ആയിരിക്കും അത്. നേരെ മറിച്ച് നമ്മൾ ഡീപ്പ് ഇമോഷൻ അതൊരു സാധാരണ മനുഷ്യനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപകടം പിടിച്ച അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്കും മാത്രമേ ആ ഡീപ്പ് ഇമോഷൻ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരായി മാറും. അന്നേരമാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്. മനുഷ്യൻ നമ്മൾ വിളിക്കുന്ന അന്നേരമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ദേഷ്യം, ചിലപ്പോൾ ആ ദേഷ്യം ചിലപ്പോൾ എന്തോ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില ദേഷ്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മളെ ആകപ്പാടെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഒരു കൊലയാളിയെ പോലെ അങ്ങനെ നമ്മളെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പറ്റി തന്നെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര കുറ്റബോധവും ദേഷ്യവും നമ്മളോട് തന്നെ വെറുപ്പും നമുക്ക് തോന്നും. നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. എന്തിൽ കൂടിയാണത്? ഡീപ്പ് ഇമോഷൻ, വളരെ അഗാധമായിട്ടുള്ള വൈകാരികത നമുക്ക് ഫീൽ ചെയ്തു. അതൊരു പൊള്ളത്തരം അല്ലാതെ നമ്മളെ മനുഷ്യനാക്കി. അതിനൊക്കെ ഒരു സൗകര്യം വേണമെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം ഉള്ളിലുള്ള ആൾക്കാർ പ്രോഗ്രാമിനെ ശരിക്കും നെഞ്ചിലേറ്റുക, നിങ്ങളത് കൊണ്ടു നടക്കുക. അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുക, അവനവനോട് ക്ഷമിക്കാൻ പറ്റുക. ഇതൊക്കെ പുറത്ത് വായിച്ചു കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ അത് കഴിയും. നിങ്ങൾക്ക് നിങ്ങളോട് പൊറുക്കാൻ പറ്റും, മറ്റുള്ളവരോടും പൊറുക്കാൻ പറ്റും. അതാണ് എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത് പ്രോഗ്രാം. ബിഹേവിയറൽ ചേഞ്ച് അതാണ്. എന്നെ തന്നെ പരിശോധിക്കാനും
മാറ്റത്തെ സ്വീകരിക്കാനും എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസിലാണ് സാധിക്കുള്ളൂ. അതുപോലെ നമ്മുടെ മോശപ്പെട്ട അനുഭവങ്ങളെ പറ്റി തുറന്ന മനസ്സോടെ ചിന്തിക്കുമ്പോൾ ആ അനുഭവങ്ങൾ ഒരു കാലത്ത് നന്നായിരുന്നു എന്ന് പറഞ്ഞ എത്രയോ ആൽക്കഹോളിക്സിനെ എനിക്കറിയാം. അങ്ങനെ ഷെയർ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അവർ പറഞ്ഞു, ഒരു കണക്കിന് ഞാൻ കുടിച്ചത് നന്നായി. എനിക്ക് എന്നെപ്പറ്റി ഒരു സാധാരണക്കാരൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്. അങ്ങനെ ഞാൻ അത് പഠിച്ചു. ഞാൻ ആരാണെന്ന് ഞാൻ പഠിച്ചു എൻ്റെ അനുഭവത്തിൽ കൂടി. ആ ദുരന്തങ്ങൾ നിറഞ്ഞ അനുഭവത്തിൽ കൂടിയാണ് അയാൾ പഠിച്ചത്. അതൊരു വലിയ എക്സ്പീരിയൻസും വലിയ എഡ്യൂക്കേഷനും ആണത്. അതുപോലെ ഇന്ന് അയാൾക്ക് ഈ ജീവിതത്തിൽ അനിശ്ചിതത്വമൊക്കെ വരുമ്പോൾ ആ അനിശ്ചയത്തെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം, ഒരു ധൈര്യം ഉണ്ട് അയാൾക്ക്. അത് അയാൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് പഠിച്ചെടുത്താണ്. അയാളുടെ ബ്രെയിൻ നോർമലായപ്പോഴാണ് അതൊക്കെ അയാൾക്ക് തിരിച്ചു കിട്ടിയത്. ആപൽ സാധ്യതകളൊക്കെ അയാൾ, ആ റിസ്കിനെയൊക്കെ അയാൾ നേരിട്ടു ധൈര്യത്തോടു കൂടി. അതുപോലെ എല്ലാ വികാരങ്ങളെയും സമചിത്തതയോടുകൂടി അയാൾക്ക് നേരിടാൻ പറ്റി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഒരു ദേഷ്യം മതിയായിരുന്നു ഒരു വീട് മുഴുവൻ അവിടുത്തെ വസ്തുവകകളൊക്കെ നശിപ്പിച്ച് ആളുകളൊക്കെ ശാരീരികമായി പീഡിപ്പിച്ച് വിഷമിപ്പിച്ച്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് അയാൾക്ക് ഒരു സ്വാതന്ത്ര്യം, സ്വന്തം തലച്ചോറിന് അയാൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. സ്വന്തം ശരീരത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. തിരിച്ചറിവിൻ്റെ സ്വാതന്ത്ര്യം. അതുകൂടാതെ അയാളുടെ മനസ്സിലിപ്പോൾ പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു മനസ്സ്. ഒരു പ്രതീക്ഷയുടെ ഉള്ളിൽ ഒരു ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. അനുസരിച്ച് അയാൾക്ക് ചിന്തിക്കാനും ജീവിക്കാനും സ്വന്തം കുടുംബാംഗങ്ങളൊക്കെ ആ ഒരു സങ്കല്പത്തിൻ്റെ കീഴിൽ നിർത്താനും, അങ്ങനെ അയാൾക്ക് വീട് ഉണ്ടാക്കാനും വാഹനം വാങ്ങിക്കാനും പുതിയ പുതിയ ബിസിനസ് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ എത്രയോ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ആ സുഹൃത്ത് പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചത് നന്നായി, എനിക്ക് കൂടുതൽ എന്നെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രോഗ്രാമിൽ വന്ന്. അപ്പോൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾ അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ എപ്പോഴും ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, ഒരു പുതിയ ശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ സത്യം, അതിനെ എതിർക്കുന്ന ആളുകളെ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രകാശം കാണാനായിട്ട് പ്രാപ്തി ഉണ്ടാക്കിക്കൊണ്ട് പലപ്പോഴും അത് വിജയിക്കാറുമില്ല. എന്നാൽ അതിൻ്റെ എതിരാളികൾ, കടുത്ത എതിരാളികൾ ക്രമേണ മരിക്കുന്നതിനാലും അത് പഠിച്ച ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് കൊണ്ടും അത് ശക്തമാകും. അപ്പോൾ എതിർക്കുന്നവരിൽ പല ആൾക്കാരും പിന്നീട് ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഞാനിത് അറിഞ്ഞിട്ട്, ഞാനിത് 10-25 വർഷത്തെ അനുഭവം വെച്ച് പറയാണ്. ഈ രോഗത്തിൽ, ഈ രോഗത്തിൻ്റെ ഉള്ളിൽ അടിപ്പെട്ട ആളുകൾ, അതുപോലെ വളരെ അടുത്ത ബന്ധുക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, പല ആൾക്കാരും അവരൊക്കെ മരിച്ചു. പല ആൾക്കാരും നേരത്തെ മരിച്ചു. അപ്പോൾ മരിക്കാതിരിക്കില്ല, പക്ഷെ മരിച്ചു. നമ്മൾ ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായിട്ടും കൂടുതൽ നമ്മുടെ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അനുഭവങ്ങൾ, എന്തൊക്കെ രോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അത് എന്തൊക്കെ അറിവുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസ്ത്രത്തിൻ്റെ അറിവില്ലാതെ ഒന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിൻ്റെ അറിവ്, എന്താണ് സിറോസിസ്, എന്താണ്, ഏത് രീതിയിലാണ് തലച്ചോറിന് ബാധിക്കുന്നത് മദ്യാസക്ത രോഗത്തിൽ. ഞാൻ വളരെ ചെറിയൊരു സൂചന ഞാൻ പറയാം. തലച്ചോറിൻ്റെ നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രവർത്തനം എന്താണെന്നറിയാമോ? ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ,
പ്രവർത്തനങ്ങൾ, ആക്ഷൻസ്, ചലനങ്ങൾ, ബുദ്ധിപരമായ തിരിച്ചറിവുകൾ, വൈകാരികമായ തിരിച്ചറിവുകൾ, ഇതൊക്കെ തലച്ചോറിൻ്റെ ഏറ്റവും ഔന്നത്യമുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും, കേന്ദ്ര നാഡീവ്യൂഹം. അതിൻ്റെ മനസ്സിലാക്കലും അതിൻ്റെ പ്രവർത്തനമാണിത്. അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ സൈക്കോ തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിങ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി, ഇതൊക്കെ ചെയ്യുന്നവർക്ക് തലച്ചോറിൽ മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന എന്തോ ഒരു ഗുളിക കഴിച്ചാലേ മാറ്റം വരുള്ളൂ. ഇല്ല, ചിന്തകളെ നമ്മുടെ തലച്ചോറിന് മാറ്റിമറിക്കാനുള്ള കഴിവുള്ള കൊണ്ടാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി ആളുകൾ രക്ഷപ്പെടുന്നത്. ഒരു വലിയ മരുന്നുകളൊന്നും കഴിക്കാതെ ഇത് മാത്രം ശീലിച്ച് 24 മണിക്കൂർ മദ്യത്തിൽ നിന്നും വിട്ടു നിന്ന് ജീവിതത്തിലെ സ്വഭാവത്തെ മാറ്റി ജീവിച്ച എത്രയോ ആൾക്കാർ. ഇന്നലെ എൻ്റെ സുഹൃത്ത് വിളിച്ചു. അദ്ദേഹത്തിന് 84 വയസ്സുണ്ട് ഇപ്പോൾ. അദ്ദേഹം ജസ്റ്റ് റിട്ടയർ ചെയ്യുന്നതിന് 2-3 വർഷം മുമ്പാണ് അയാൾ വന്നത്. അദ്ദേഹം ഇപ്പോഴും വളരെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? അദ്ദേഹം മരുന്ന് കഴിച്ചിട്ട് ഒന്നുമല്ല. മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് ആ രോഗത്തിന് വേണ്ടി കഴിക്കണം. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഏറ്റവും വലിയ തലച്ചോറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അത് അറിയാൻ പാടില്ലാതാണ് പല ആൾക്കാരും ചികിത്സ മരുന്നും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഒന്നാമത്തെ ചികിത്സ. അങ്ങനെ തലച്ചോറിനെ രക്ഷപ്പെടുത്തലാണ് 24 hour പ്രോഗ്രാം. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം ആദ്യത്തെ ചികിത്സ, രണ്ടാമത്തെ ചികിത്സ, അവസാനത്തെ ചികിത്സ എല്ലാം ഒന്നാണ്. 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് തലച്ചോറിനെ രക്ഷപ്പെടുത്തലാണ് ആദ്യത്തെ ചികിത്സ. കാരണം വെച്ചാൽ ഈ രോഗം തലച്ചോറിൽ തുടങ്ങിയിട്ട് തലച്ചോറിൽ വളർന്നിട്ട് തലച്ചോറിൽ അവസാനിക്കുന്ന രോഗമാണ്. അതിനെ തലച്ചോറിനല്ല ചികിത്സിക്കണ്ടേ, വേറെ എന്തെങ്കിലും ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ? തലച്ചോറിൽ കൂടിയാണ് മറ്റ് എല്ലാ അവയവങ്ങളും ഇത് ബാധിച്ചത്. തലച്ചോറാണ് ഇതിനെ പിടിച്ചടക്കിയത്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ചികിത്സ പോകേണ്ടത്. അതിൻ്റെ ആദ്യത്തെ ചികിത്സയാണ് 24 മണിക്കൂർ പ്രോഗ്രാം. മറ്റ് ഒഴിവുകളും തന്ത്രങ്ങളും പറഞ്ഞിട്ട് തലച്ചോറിന് മാത്രം ചികിത്സിക്കാതെ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരാണ് ഇത് ഇങ്ങനെ അടിക്കടി റിലാപ്സ് ഏറ്റവും മേടിച്ച് ജയിലിൽ പോകുന്നു, ശിക്ഷ മേടിക്കുന്നു. അതുപോലെ സെപ്പറേഷൻ, വീട്ടിലെ സെപ്പറേഷൻ, കുടുംബം തകരുന്നു. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മുടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ്. നമ്മൾ ഈ ജീവിതം, ലൈഫ് എക്സ്പെക്റ്റൻസി, ജീവിതം ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ, നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമാനൊന്നും ആവില്ല. അതുപോലെ അനേകം 200ഓളം ശാരീരിക രോഗങ്ങൾ 200ഓളം ശാരീരിക രോഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 10-16 തരത്തിലുള്ള മാനസിക രോഗങ്ങൾ, 6-7 തരത്തിലുള്ള ക്യാൻസറുകൾ, അതുപോലെ ലിവർ സിറോസിസ്, കിഡ്നി ഫെയിലിയർ, കിഡ്നിയുടെ ലവണങ്ങൾ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ, അനേകം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രോഗം ലോകത്തുണ്ടോ? ഇത് ഇത്ര മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള ഏതെങ്കിലും ഒരു രോഗം ഈ ലോകത്തുണ്ടോ? അപ്പം നമ്പർ 1 ജയന്റ് കില്ലർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന 1-ാം നമ്പർ രോഗം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെൽഫ് ഹാം, അവനവനെ തന്നെ ഉപദ്രവിക്കുകയും മരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രോഗം, കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന രോഗം. അപ്പം അങ്ങനത്തെ ഒരു രോഗത്തിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അയാളുടെ ബുദ്ധിശക്തിക്ക് കുഴപ്പമുണ്ട്, അയാളുടെ സത്യസന്ധതയ്ക്ക്, അവനവനോടുള്ള സത്യസന്ധതയ്ക്ക് കുഴപ്പമുണ്ട്.
അയാൾക്ക് സമാധാനം കിട്ടുന്നതിനെ എതിർക്കാനുള്ള ഒരു കോണ്ടക്ട് ഡിസോർഡർ, ഒരു സ്വഭാവ വൈകല്യം ഉണ്ടായിരിക്കും. അവനവനെ തന്നെ എതിർത്ത് തോൽപ്പിക്കണം, ഒരു നിർബന്ധ ബുദ്ധി. അതാണ് കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും. അതിൻ്റെ വിത്ത് ചിലപ്പോൾ ചെറുതിലെ തന്നെ ഉണ്ടാകും, കോണ്ടക്ട് ഡിസോർഡർ. അവർക്ക് എപ്പോഴും സംഘർഷങ്ങളിൽ അവർ ആഹ്ലാദിക്കുന്നു. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മളെ ഈ ബ്രെയിൻ അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ബ്രെയിനിനെ നമ്മൾ തിരിച്ചു പിടിക്കുന്നതിനെ അപ്പുറമായിട്ട് വേറെ ഒരു മഹത്തായ കാര്യം ഈ ലോകത്തില്ല. അതിൽ നമുക്ക് സ്വാതന്ത്ര്യവും, അതിലാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെയുള്ള ഈ ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന അന്നേരമാണ്. ഈ പ്രോഗ്രാം അത് നടപ്പിലാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു നിർവചനമില്ലേ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അതാണ് അതിൻ്റെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ. അത് ശരിക്കും മദ്യാസക്ത രോഗികൾക്ക് വേണ്ടി അവരാൽ നടത്തുന്ന പ്രോഗ്രാം. അതിൻ്റെ ജനാധിപത്യം അതാണ്. അപ്പം ഇതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഈ പ്രോഗ്രാമിൽ എത്തിയതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു, എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന്. ഒക്കെ നിങ്ങളുടെ സുബോധ ജീവിതത്തിലാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. കാരണം വെച്ചാൽ ഇത് എത്ര മഹത്തായ ഒരു സംഗതിയാണ്. ഈ ഒരു ചികിത്സാ രീതി ഈ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ നടക്കുന്ന എങ്ങനെയെന്നറിയാവോ? ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, ചലനങ്ങൾ ഒക്കെ കൂടി ഒരു സർക്യൂട്ടിലാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ചിന്തകൾ നിരന്തരം, നല്ല ചിന്തകൾ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ തോട്ട് തെറാപ്പിയുടെ, ഈ ടോക്ക് തെറാപ്പിയുടെ സംഗതി, ഇറ്റ് ഈസ് എ തോട്ട് തെറാപ്പി ഓൾസോ. ടോക്ക് തെറാപ്പി എന്നാണ് നമ്മളിതിനെ പറയുന്നത്, സംസാര ചികിത്സ. ഇറ്റ് ഈസ് എ തോട്ട് തെറാപ്പി ഓൾസോ. അതൊരു ചിന്തയെ പ്രേരിപ്പിക്കുന്ന മഹത്തായ ഒരു ഇതിലേക്ക് മാറ്റം ഉണ്ടാക്കുന്ന ഒരു ചികിത്സ കൂടിയാണ്. അതിനുള്ള സർക്യൂട്ട് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ഒരു ടോപ്പിക്കായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട് എന്ന് പറയുന്നത്. നമുക്കൊരു അരമണിക്കൂർ സമയം കൂടി ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ കടന്നു വരാവുന്നതാണ്. ഈ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമസ്കാരം ഡോക്ടർ, എൻ്റെ പേര് വിനയൻ, അമിത മദ്യാസക്തനാണ്. ഇന്ന ദിവസം മദ്യപിച്ചില്ല. സാറ് ഇപ്പം നേരത്തെ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യം, ഒരു സെൽഫ് സപ്പോർട്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സ്വയം സുരക്ഷിതരായിരിക്കുക,